എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിടയിലെ പാട്ടുകാർ എന്ന ഒരു പുതിയൊരു പരിപാടിയായിട്ടാണ്. അപ്പോൾ ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നമുക്കിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രശസ്ത സിനിമാ നടിയും മലയാളികളുടെ മനസ്സിലെ എന്നും ആ പഴയ യുവത്വം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കണ്ണൂർ ശ്രീലത ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരാണ് ഈ ഒരു നമുക്കിടയിലെ പാട്ടുകാർ എന്ന ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അവർ ശ്രീലതാമ്മ നല്ലൊരു പാട്ടൊക്കെ പാടി നമ്മൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാണ്. ശ്രീലതാമ്മ നമസ്തേ. നമസ്തേ. ശ്രീലതാമ്മ ഈ അടുത്ത കാലത്തൊക്കെ ശ്രീലതാമ്മയുടെ ഭർത്താവായ പ്രകാശാട്ടൻ്റെ അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇങ്ങനെ പാടുന്ന അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പ്രകാശധാര അല്ലെങ്കിൽ ഗാനസുധ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നു. അപ്പോൾ നമ്മൾ കണ്ണൂർ മൗണ്ടൻ അല്ലെങ്കിൽ കേരള മൗണ്ടൻ ഒരു നമുക്കിടയിലെ പാട്ടുകാർ എന്ന് പറഞ്ഞ ഒരു പരിപാടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിടയിലെ പാട്ടുകാർ എന്ന് പറയുന്നത് നമ്മുടെ പലരും പല രീതിയിലാണ്. മീൻകാരൻ പാട്ട് പാടും, ഓട്ടോറിക്ഷക്കാരൻ പാട്ട് പാടും, എല്ലാവരിലും പാട്ടുകാരൻ എന്ന് പറയുന്നത് ഏതാൾക്കും ഒരു മൂളിപ്പാട്ട് അത് അവരുടെ ആർക്ക് പാടാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ അവരെ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാം, അത് ഉന്നതിയിലേക്ക് അവരെ പാട്ടുകൾ ജനങ്ങൾ കേൾക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യലെന്ന് നമ്മൾ ശ്രീലതാമ്മയാണ് ഒരു നല്ലൊരു പാട്ട് പാടിയിട്ട് ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കുക. അതുപോലെ തന്നെ പ്രകാശധാരയെക്കുറിച്ചും അതിലെ വരികളെക്കുറിച്ചും ഇനി നമ്മൾ സമൂഹത്തിന് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. പ്രകാശധാര എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് പ്രകാശൻ എഴുതിയിരിക്കുന്ന ഭക്തിഗാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുണ്ടാക്കി അദ്ദേഹത്തിനൊരു ആഗ്രഹമായിരുന്നു അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ സമൂഹഗാനങ്ങൾ, നാഷണൽ ആൻഡം, പിന്നെ പ്രേമഗാനങ്ങൾ, അങ്ങനെ വിരഹഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് കവിതകൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 പുസ്തകം അദ്ദേഹത്തിൻ്റെതായ പേരിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മപ്രകാശം, കുങ്കുമാർച്ചന, സാരസ്വാമൃതം, പ്രകാശദീപ്തം എന്നും പറഞ്ഞുകൊണ്ട് 4 പുസ്തകം സൃഷ്ടിപഥം ഗ്രൂപ്പ് പുറത്തേക്ക് ഇറക്കിയിട്ടുമുണ്ട്. അതിനുപരിയായി അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ഭക്തിഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ പ്രകാശധാര ഭക്തിഗാനസുധ, അത് പേര് മാറ്റും ഞാൻ, പ്രകാശധാര ഭക്തിരസം എന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നു. അപ്പം അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും പാടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ട് പരിചയിച്ച പാട്ടുകളല്ല, സിനിമാ ഗാനങ്ങളോ ലളിതഗാനങ്ങളോ അല്ല. അദ്ദേഹം എഴുതിയ വരികൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ തൊട്ട് എഴുതിയ വരികളാണ്. അദ്ദേഹത്തിന് തോന്നുന്നത്, അദ്ദേഹം എന്താണ് അറിയാവുന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. അല്ലാത്തവർക്ക് ആ പാട്ടുകൾ കേട്ട് കഴിഞ്ഞിട്ടൊന്നും അറിയാൻ പറ്റില്ല. അതിലൊരു പാട്ടിതാണ്. മുനീശ്വരാ മുനീശ്വരാ മൂലമന്ത്രാധിപാ മൂകാംബികയുടെ സാധകനീ മൂകാംബികതൻ സന്നിധി ഇത് മൂകാംബികതൻ സന്നിധി മുനീശ്വരാ മുനീശ്വരാ മൂലമന്ത്രാധിപ. അദ്ദേഹം ഒരു മൂകാംബിക ഭക്തനായിരുന്നത് കൊണ്ട് തന്നെ മൂകാംബികയെക്കുറിച്ചും ഏതൊക്കെ ദൈവങ്ങളുണ്ടോ അവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒന്ന് എഴുതിയിരിക്കുന്നത് പുണ്യക്ഷേത്രം പുരാതന ക്ഷേത്രം കൈലാസനാഥൻ വാഴും ക്ഷേത്രം. പുണ്യക്ഷേത്രം പുരാതന ക്ഷേത്രം കൈലാസനാഥൻ വാഴും ക്ഷേത്രം. സൂര്യോദയം കാണാം, അസ്തമയം കാണാം, ശാന്തമീ ഗ്രാമത്തിന് അനുഗ്രഹമായി. പുണ്യക്ഷേത്രം പുരാതന ക്ഷേത്രം കൈലാസനാഥൻ വാഴും ക്ഷേത്രം. ഹര 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 ശങ്കരനേ
പാടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രകാശേട്ടൻ ഒരു നല്ലൊരു കവിയും അല്ലെങ്കിൽ വരികളെ നാള് മാത്രമല്ല ഒരു പരിസ്ഥിതി സ്നേഹിയുമായിരുന്നു. കാരണം എന്നെ ഒരു പണ്ട് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ വിഷയത്തെക്കുറിച്ചും അത് അദ്ദേഹം കവിത മാത്രമല്ല ഏത് വിഷയത്തിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നാലും സാമൂഹ്യമായിട്ടുണ്ടാകുന്ന പ്രതിബദ്ധതകളായിരുന്നാലും എന്ത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അതിനുള്ള മറുപടി അദ്ദേഹം തരും. അതായിരുന്നു അദ്ദേഹം. ഒരുപാട് വായിക്കുമായിരുന്നു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും നിയമപരമായിട്ടുള്ളതായിരുന്നാലും നമുക്ക് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നാലും അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നാലും പുള്ളിയോട് അത് നമ്മൾ അല്ലെങ്കിൽ പുള്ളിക്ക് അത് അറിയാം. പുള്ളിക്ക് ഒരാളെ കാണുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് ഇന്നതാണ് പ്രശ്നം. അതങ്ങനെ തുറന്നു പറയും, അതിങ്ങനെയാണ്, നിങ്ങളുടെ പ്രശ്നം ഇതാണ്. അപ്പോൾ ജൂൺ 19 വായനാ ദിനത്തിൽ ആ ഒരു വായനാ ദിനത്തിൽ വായിക്കുക എന്നല്ലാതെ ഒരു പത്രം പോലും ആരും വായിക്കാത്ത അവസ്ഥ. കാരണം എല്ലാം തോണ്ടിയാണ് കാണുന്നത്. അപ്പൊ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ ഒരു വായന കുറവായതിനെ കുറിച്ച് എന്താണ് ശരി നമുക്ക് പറയുന്നത്? വായന കുറവാകുമ്പോൾ അറിവ് കുറവാകും. വായിക്കണം, വായിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ കുറിച്ചിട്ട് അറിവ് കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ മൊബൈൽ നല്ല തന്നെയാണ്, പക്ഷെ അതിന് നമ്മൾ അറിയാത്ത തെറ്റായ ഇൻഫർമേഷൻ കൂടി നമുക്ക് മൊബൈലിൽ നിന്ന് കിട്ടുന്നുണ്ട്. നേരെ വഴി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വഴി പോവുകയാണ്, അത് ഈ വഴിക്ക് പോയിക്കൂടെ എന്ന് മാപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തെറ്റായ വഴിയാണ് നമുക്ക് കാണിച്ചിരുന്നത്, റൂട്ടുകൾ വരെ. ശരിയായ വഴിയും കാണിക്കും, തെറ്റായ വഴിയും കാണിക്കും, രണ്ടും ഉണ്ട്. പക്ഷെ നമുക്ക് ഏതാണോ ഉചിതം എന്ന് തോന്നുന്നത്, നമ്മുടെ മനസ്സിനണങ്ങുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, നമ്മളുടേതായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ, അതിലൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളായിരിക്കണം ഏറ്റവും വലിയ പാഠം. അതിൽ മറ്റൊരാൾ പറഞ്ഞു തരുന്നതല്ല, നമ്മുടെ അറിവ്, നമ്മുടെ വായനയിലൂടെ കിട്ടുന്ന കുറേ കാര്യങ്ങളാണത്. പലരും എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. അതിൽ നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. നമ്മൾ നല്ലത് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചു. അതായത് ഞാനൊക്കെ ജനിക്കുന്ന മുന്നേ ചിലപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പോൾ പുതിയ സിനിമകൾ ഇപ്പോൾ അതുപോലെ അമ്മ എന്ന സംഘടനയിലെ അംഗമാണ് സീലതമ്മ. അപ്പോൾ ആ സംഘടനയുടെ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ സീലതമ്മക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ പുതിയ സർക്കാർ വന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് സീലതമ്മക്ക് പറയാനുള്ളത്? പുതിയ സർക്കാർ വന്നു, പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു. സംഘടനയിൽ നിന്ന് നമുക്കൊരുപാട് എൻ്റെ ഹസ്ബൻഡ് പോയിരുന്ന സമയത്ത് എനിക്കൊരുപാട് സഹായങ്ങളും എല്ലാവരും വിളിച്ച് എന്നോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അതിപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ സംഘടന എന്നെ അതിൻ്റെതായ അവർക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ സഹായങ്ങളും ഉണ്ട്. പുതിയ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓരോരോ പ്രവൃത്തികളിലും നമുക്ക് ഓരോരോ നിയമങ്ങൾ വരുന്നതുകൊണ്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് തള്ളിപ്പോകാത്ത വിധത്തിലുള്ള വിഘ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം എന്നെ പോലെ വിടുവായിരിക്കുന്ന ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ഈ മേൽപ്പത്തിരിക്കുന്നവരോട് പറയാനുള്ളത്, അവർക്ക് വേണ്ടി ഇപ്പം ഭർത്താവിൻ്റെ സ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് കുട്ടികളില്ല, പിന്തുടർ അവകാശവും ഇല്ല. അപ്പോൾ അത് അവരിങ്ങനെ നീട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടി കൊണ്ടുപോകും. അതൊന്നും പറ്റില്ല. കാരണം ഭർത്താവ് മരിച്ചാലും ഭാര്യയ്ക്ക് ജീവിക്കണം. അതിനവർക്ക് എന്തെങ്കിലും ഒരു വഴി വേണം. അവരുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഓക്കെ, സാമ്പത്തികം ഇല്ലെങ്കിൽ അതിനെ സഹായിച്ചല്ലേ പറ്റും. അതിന് കാലതാമസം ഉണ്ടാവരുത്, എത്രയും പെട്ടെന്ന്. കാരണം ഇങ്ങനെ വരുന്നവർക്ക് നീതി കിട്ടാനും അവർക്ക് ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിക്കൊണ്ടും ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണം. അതായത് ഇവർക്ക് വീതിച്ച് കിട്ടാത്ത സ്വത്തുകളാണ് എങ്കിൽ അത് ഗവൺമെൻറ്റിലേക്ക് ചേരണം. നമ്മൾ എങ്ങോട്ട് പോകും? ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വാടക വീട്ടിലാണ്. ഇനി എനിക്കൊരു സ്വന്തം എൻ്റെ അമ്മ സംഘടന എന്നോട് പറഞ്ഞു, 2 സെൻറ്റ് സ്ഥലമാണ്, 4 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വീടെടുത്ത് തരാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലം എനിക്ക് കിട്ടിയാലല്ലേ വീടെടുക്കാൻ പറ്റും. കാരണം എൻ്റെ സ്ഥലം മുഴുവൻ വിറ്റിട്ടും എൻ്റെ സമ്പാദ്യം മുറ്റും വിറ്റിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സ്ഥിതിക്ക് എനിക്കിതിന് ചെയ്യാൻ എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാൻ, ഇങ്ങനെ വരുന്ന അവസ്ഥകളിൽ സ്ത്രീകളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവണം. അതിനു വേണ്ടി ഒരു നടപടി, ഒരു സ്കീം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപാധി
ഇങ്ങനെ ഒരു ലോ ഉണ്ടാക്കി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ ഒരു സ്ത്രീ സുരക്ഷയൊക്കെ ഈ വി.ഡി. സതീശൻ സർക്കാർ കൂടുതലാക്കിയിട്ടുണ്ട്. അതായത് സൗജന്യ യാത്ര സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒപ്പം തന്നെയാണ് പറയുന്നത്. അതായത് അമ്മമാരൊക്കെ കെട്ടിപ്പിടിക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. അതുപോലെ ഉണ്ടാവും തോന്നുന്നു. അതായത് എല്ലാം അതിന്റെ തുടക്കം അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാലതാമസം വെക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സാംസ്കാരിക മന്ത്രിയൊക്കെ നേരത്തെയൊക്കെ അതായത് സജി ചെറിയാനൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് സിനിമയായിട്ടും സാംസ്കാരിക ബന്ധങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു സർക്കാരിൽ പിഷാരടി സിനിമയായിട്ട് ബന്ധമില്ലൊരു അദ്ദേഹം ജയിച്ചു. പക്ഷെ അദ്ദേഹത്തെ മന്ത്രിയൊന്നും ആക്കിയില്ല, അദ്ദേഹം പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ പിഷാരടി മന്ത്രിയാവണമെന്ന്? കാരണം ബാക്കി എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള അവരൊക്കെ മുമ്പ് ഭരിച്ചിട്ടും അത് ഈ പിഷാരടിയൊക്കെ ഇപ്പം വന്ന് കയറിയിട്ടേ ഉള്ളൂ. അവരൊക്കെ ഭരിച്ച് ഇപ്പം അവരൊക്കെ LLBയും MAയും അങ്ങനെയുള്ളതും അത് ഭരിച്ചിട്ട് പരിചയമുള്ള ആൾക്കാരുമാണ്. അവർ മുന്നിൽ നിൽക്കട്ടെ, പിഷാരടി വരുമ്പോൾ വരട്ടെ, അവരവരുടെ ഇതെന്താ ജോലി ചെയ്യട്ടെ. അല്ലാതെ സിനിമാക്കാരൻ എന്ന രീതിയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സാധാരണ ഒരു മനുഷ്യനാണല്ലോ പിഷാരടിയും. സാധാരണ ഒരു സിനിമാക്കാരനാണ്, മിമിക്രിക്കാരനാണ് എന്നൊന്നും പറയാനില്ല. അത് അവരുടെ തൊഴിലാണ്. ഇത് സാമൂഹ്യ സേവനമാണ്. അതിനനുസരിച്ചിട്ട് പിഷാരടി അതിനനുസരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അവരെ. സീലതമ്മേനെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട്? ഇല്ല അതായത് അതൊക്കെ ന്യൂ ജനറേഷൻ. അത് ഇല്ല, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അന്ന് മീറ്റിങ്ങിനൊക്കെ കാണുമ്പോൾ ഒരു ഹായ്, അത്രയല്ലാതെ അതിൽ അപ്പുറത്തേക്ക് ആരുമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്കില്ല. അതുപോലെ തന്നെ ലാലേട്ടന്റെ പഴയ നടിയാണ് സീലതമ്മ. അപ്പോൾ ഈ ലാലേട്ടനേക്കാളും കൂടുതൽ മമ്മൂക്കന്റെ കൂടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ലാലേട്ടന്റെ കൂടെ ആകെ 2 പടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രണ്ടും ഹിറ്റായിരുന്നല്ലേ? അപ്പോൾ ലാലേട്ടനോ മമ്മൂക്കൊക്കെ സീലതാമന്റെ വിളിച്ച് ക്ഷേമങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ? ഇല്ല, അങ്ങനെ ആരുമില്ല. അങ്ങനെ അതായത് ആ ഒരു ഇതിപ്പം ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ആരുമായിട്ട് അധികം കോണ്ടാക്ട്സിൽ ഇല്ലാത്ത ആളാണ്. കുറച്ചു പേരുള്ളത് അത് ലേഡീസുകളാണ്. കുക്കു പരമേശ്വരൻ, നീന കുറുപ്പ്, അൻസിബ, ശ്വേതാ മേനോൻ, ഇങ്ങനെയുള്ള കുറച്ച് കണക്ഷൻസ്, പിന്നെ കൊളപ്പള്ളി ലീല, അങ്ങനെയുള്ള കുറച്ച് കണക്ഷൻസ് മാത്രമേ എനിക്കുള്ളൂ. അവരൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ടോ സീലതമ്മ? ഉണ്ട്. അവരെയൊക്കെ മീറ്റിങ്ങിൽ കാണുന്നതേ ഉള്ളൂ. അല്ലാതെ പേഴ്സണലായിട്ട് അവരൊന്നും പോയി കാണുന്നതോ ആരുടെ പോയിട്ട് അവരുടെ ഇടയിലേക്ക് പോകാനോ അങ്ങനെ വിസിറ്റില്ല. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അതായത് കൂട്ടുകാർ, അതായത് സിനിമയിലെ കൂട്ടുകാർ, അത് ഒരു വേറെ ഒരു ലോകമാണല്ലോ. അപ്പൊ അങ്ങനെ സീലതമ്മ അങ്ങനെ ഒരു കൂട്ടുകാർ സിനിമയിലുണ്ടോ? അങ്ങനെ എനിക്ക് ആരുമായിട്ട് വലിയ കൂട്ടൊന്നുമില്ല സിനിമയിൽ. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ സീലതമ്മയുടെ ഭാഗം അഭിനയിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലപ്പുറത്തേക്ക് ഞാൻ ആരെയും ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല. ഓക്കെ, അത് നല്ലതാണ്, ഒരു കണക്കിന് നല്ലതാണ്. അത് നമ്മളെ പോകുന്ന ജോലി ചെയ്യുക, തിരിച്ചു വരിക. അതുപോലെ ഇനിയിപ്പോൾ പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ പാട്ടുകാർ, അവരോടൊക്കെ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത്? അപ്പോൾ ഈ ഒരു നമുക്കിടയിലെ പാട്ടുകാരെന്ന് പറഞ്ഞ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ പാട്ട് നമുക്ക് കേട്ട് അതപ്പം മറന്നു പോകും. എന്നാൽ പണ്ടിരിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാറ്, വയലാർ സാറ്, ദേവരാജൻ സാറ്, ആ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. എന്നാൽ ഇപ്പോഴിരിക്കുന്ന ട്രെൻഡ് അതും ഇതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആ പഴയ പാട്ടുകൾ ജീവിതഗന്ധിയാണ്. ഇപ്പോഴത്തേതെന്ന് വെച്ചാൽ എന്തൊക്കെയോ പാടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, തൂക്കി പറയാൻ പറ്റില്ല വാക്കുകളൊക്കെ. അങ്ങനെ ഒരു ഇതിലാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ പോകുന്നത്. പാട്ടിനൊരു മൂല്യമില്ല, അതിനൊരു പ്രതിബദ്ധതയില്ല, മൂല്യമില്ല. അപ്പം നീ പോടാ ഞാൻ ചാടി, ഇതൊക്കെയാണ് വരുന്നത്. ഇതൊന്നുമല്ല. പാട്ടിൻ്റെതായ രീതിയിൽ തന്നെ, പാട്ടിന് ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ട്. പാട്ട് കേൾക്കാനും അത് പാട്ടിൻ്റെ ആസ്വദിക്കാനും ഉള്ളൊരിത്. പഴയ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സീൻ ഓർമ്മ വരും. അങ്ങനെയുള്ള പാട്ടുകൾ, അത്തരം പാട്ടുകളോടാണ് എനിക്ക് താല്പര്യം. അതുപോലെ നമുക്ക് സിനിമയെ ബന്ധപ്പെട്ട് ഈ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് മെയിൻ നായിക, അവർക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് നമുക്ക് കാണായിരുന്നു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന് വേതനം കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സംഘടനകൾ. അതുണ്ട്, ഇല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ
എനിക്കൊക്കെ എൻ്റെയൊക്കെ വേതനം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കും. അത്രയും ചെറിയ പൈസക്കാണ് നമ്മൾ ജോലി ചെയ്തിരുന്നത്. അപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സിനിമാ ലോകം എന്ന് പറയുന്നത് ഇതാണ്, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നവർക്ക് പൈസ കൂടുതലും, അതല്ലാതെ കലയായിട്ട് കൊണ്ടുപോകുന്നവർക്ക് പൈസ കുറവാണ്, ഏത് വേണം എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കലയായിട്ട് കൊണ്ടുപോയാൽ മതി, എനിക്കത് മതി, ആ പൈസ കിട്ടിയാൽ മതി, എനിക്ക് വേറെ പൈസ വേണ്ട. അകത്തന്നെ തുനിഞ്ഞിറങ്ങുന്നവരുണ്ട്, അവർ പോയിക്കോട്ടെ, അവരെ നമ്മളതൊന്നും പറയുന്നില്ല, അത് അവരുടെ ജോലി, അതവർ ചെയ്തോട്ടെ. നമുക്ക് നമ്മളതായ എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെന്താണെന്ന് എനിക്ക് പറയേണ്ട ആവശ്യം. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു സംവിധായകൻ, പേര് പറയുന്നില്ല, ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ അതൊക്കെ സിനിമ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തതുകൊണ്ടാണോ, എന്താണ് അങ്ങനെയൊക്കെ വേണോ സിനിമയിൽ? അങ്ങനെ ഉണ്ടോ? സിനിമയിൽ ഇതൊക്കെ ഉണ്ട്. സിനിമയിൽ മാത്രമല്ല, ആ ജീവിതത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. സിനിമയിൽ മാത്രമല്ല, സിനിമ അല്ലാത്ത ജീവിതത്തിലും പല ഓഫീസുകളിലും മറ്റുള്ളിടത്തും എല്ലാം ഇതുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷെ നമുക്ക് എന്താണോ നമ്മൾ എന്താണോ എന്ന് നമ്മൾ അറിഞ്ഞ് ചെയ്യുക, ജീവിക്കുക. നിങ്ങൾക്കത് പോകാൻ തയ്യാറാണ്, നിങ്ങൾ പോയിക്കോ. അല്ല, അത് സ്ത്രീകളെ ചൂഷണം ചെയ്യലാണോ? അല്ലെങ്കിൽ അങ്ങനെയില്ല, സ്ത്രീകൾ അതിന് വില്ലിങ് ആവുന്നു. കാരണം എനിക്ക് അത് കിട്ടണം, എനിക്കത് ചെയ്യണം, എനിക്ക് അങ്ങനെ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അത് വേണ്ട, നമ്മളിങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ലല്ലോ. നമ്മളൊക്കെ അങ്ങനെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ എല്ലാവരും ഇപ്പോഴും പറയുന്നുണ്ട്, ചേച്ചിക്കും അവരൊക്കെ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അഭിനയിക്കുകയാണെന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളെന്തിനാ അവരെ വിളിച്ചിട്ട്? അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. വിളിച്ച് നമ്മൾ ചാൻസ് ചോദിച്ചാൽ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറാവണം. അത് തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നമ്മളെ കാര്യങ്ങൾ കൃത്യമായി പറയാം. അവിടെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ നമ്മളെ വിളിച്ചിട്ടല്ലേ നിങ്ങളോട് ഇത് ചോദിച്ചത്, നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടല്ലേ എന്ന് പറയും. അതല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ധൈര്യപൂർവ്വം നമുക്ക് ഇരിക്കാം. നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ വന്നു, എനിക്ക് തയ്യാറില്ല, ഇഷ്ടമില്ല, പോകുന്നില്ല, തീർന്നില്ലേ? അതൊക്കെ നമ്മളെ തീരുമാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ശ്രീലതമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഫാമിലി എന്ന് പറയാൻ ഞാൻ ഒറ്റയ്ക്കാണ്, തനിച്ചാണുള്ളത്. ദൈവം പിന്നെ അദ്ദേഹം ഉണ്ടാക്കി തന്ന ഒരു വലിയ സുഹൃത്തലയം എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാത്തിനും എനിക്ക് സഹായമായി. അതിൽ കുറേ പേര് എൻ്റെ കൂടെ തന്നെ നിന്ന്, എല്ലാവരും ഡെയിലി വിളിക്കും, എന്നോട് എല്ലാ കാര്യങ്ങളും തിരക്കും. അതുപോലെ അവരോടുമായിട്ട് ഞാൻ എൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളും സന്തോഷവും എല്ലാവരുടെ കൂടെ തന്നെ ഞാൻ പങ്കിടുന്നു. അവരുടെ ഓർമ്മകളും അവരുണ്ടാക്കി തന്ന ഒരു സുഹൃവലയും, പിന്നെ എന്താ പറയുക, ഞാൻ അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ അവർ ജീവൻ പോകുന്നതിന് മുമ്പേ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ ഒരു അറിവ്. അതാണ് ഈ ഒരു പാട്ട് പ്രകാശധാര, അത് ഒരുപാട് അമ്പലങ്ങളിൽ ഇപ്പോൾ പാടിയെന്ന് തോന്നുന്നില്ലേ? ഏകദേശം അത് എങ്ങനെയാണ് കൊണ്ടു നടക്കാനായിട്ട് ശീലമാകും? ഇല്ല, അതൊരു സമർപ്പണമായിട്ടാണ്. കാരണം നമ്മൾ തുടങ്ങി വെച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു സമർപ്പണമായിട്ട്, ഇപ്പോൾ തളാപ്പമ്പലത്തിൽ പാടി, പനങ്കാവ് മൂലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പാടി, തൃച്ചംബരത്ത് പാടി, കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാടി, മെനഞ്ഞാന്ന് നമ്മൾ മൃദംഗ ശൈലേശ്വരിയിൽ പാടി. ഇനിയിപ്പോൾ കൊല്ലൂർ മൂകാംബികയിൽ ഒന്ന് പോകണം, അവിടെയും കൂടെ ഒന്ന്. അതെല്ലാം സമർപ്പണമാണ്. ആരിൽ നിന്നും ഒരു പൈസയും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു പൈസയും നമുക്ക് ആരും സമർപ്പണം എന്നുള്ള രീതിയിൽ ആരും തന്നില്ല. പക്ഷെ എനിക്ക് സാമ്പത്തികം കിട്ടിയേ പറ്റൂ. കാരണം ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോയി പലരും സഹകരിക്കും. കാരണം ഇതിൻ്റെ കമ്പോസിങ് ചെയ്തിരിക്കുന്ന ഷമീർ ബാബുവാണ് പാട്ടിൻ്റെ. അവർക്കൊരു 5 പൈസ ഞാൻ കൊടുത്തിട്ടല്ല അവരിലൊക്കെ വന്നിട്ട് അവരുടെ സ്വന്തം ചെലവിൽ, അതായത് പ്രകാശനോടുള്ള കടപ്പാട് കൊണ്ട്, അവരോടുള്ള ബഹുമാനവും കടപ്പാടും കൊണ്ട് അവർ വന്നു. അതുപോലെ തന്നെ അവരെ ഫ്രണ്ട്ഷിപ്പും അവരുടെ ഹസ്ബൻഡിന്, പിന്നെ അവരുടെ ഫ്രണ്ട്സുമാരുടെ ഭാര്യമാരും എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് ഈ പാട്ടിൻ്റെ ഇത് നമ്മൾ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേരുടെ സഹകരണവും എല്ലാം ഇതിലുണ്ട്, ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇത് ഇനിയൊരു വലിയൊരു മ്യൂസിക്കൽ ബാൻഡായിട്ട് അല്ലെങ്കിൽ അമ്പലങ്ങളിലെ ഒരു പാട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രീലതമ്മ താല്പര്യപ്പെടുന്നുണ്ട്? ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്.
പക്ഷേ എനിക്ക് സാമ്പത്തികം, കാരണം നമ്മൾ ഇത്രയും ദൂരങ്ങളിൽ പോകുമ്പോൾ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് എങ്കിലും നമുക്ക് കിട്ടണ്ടേ. പാടുന്നവർക്ക് പിന്നെ ഇത്രയും കമ്പോസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് പൈസ കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു വിഷമങ്ങൾ എനിക്കുണ്ട്. എങ്കിലും അവരെല്ലാം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അത് എന്തെങ്കിലും അതിന് ഇനിയിപ്പം എന്തെങ്കിലും അമ്പലക്കാർ എല്ലാവരും കേട്ടവരൊക്കെ തിരിച്ച് നമുക്ക് ഈ പാട്ട് ഒന്ന് റെക്കോർഡ് തരാവോ, അല്ലെങ്കിൽ ഈ പാട്ട് നമ്മൾ ഇതുവരെ കേട്ടതല്ല ഒന്ന് തരാവോ എന്ന് ചോദിക്കും. പക്ഷെ തരണമെങ്കിൽ ഇതിൻ്റെ സാമ്പത്തികം എനിക്ക് കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ റൈറ്റ്സ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ആ റൈറ്റ്സ് മുഴുവൻ എൻ്റെ കയ്യിൽ തന്നെയാണ്. കോപ്പി റൈറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ തന്നെയാണ്. ആർക്കും ഞാനത് വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഇവരുടെ ഈ പാട്ടുകൾ ഒന്ന് എല്ലാ അമ്പലങ്ങളിലും, കാരണം അങ്ങനെയുള്ള പാട്ടുകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ജന്മം സഫലം, എൻ്റെ ജന്മം സഫലം, ധന്യനായിന്നു ഞാൻ ധന്യനായി, ദുരിതമില്ല ദുഃഖമില്ല ആനന്ദദുന്തിലമായി, എൻ മനം ആനന്ദദുന്തിലമായി. അവരവരുടെ ജീവിതമാണ് എഴുതിയിരിക്കുന്നത്, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്. അതുപോലെ എനിക്ക് ചെയ്യാവുന്നത്, അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്നത് ഞാനിങ്ങനെ ഇപ്പം ഈ വർഷം മുഴുവൻ ഞാൻ സമർപ്പണമാണ് നടത്തിയത്. എല്ലാവരും ഈ പാട്ടുകൾ നമുക്ക് ഞാൻ പറയും, ഇനി സാമ്പത്തികം തന്നാൽ ഞാൻ ചെയ്യാം. ഒരുപാട് തരണം എന്നല്ല, നമ്മളൊരു ട്രാവൽ എക്സ്പെൻസ് എല്ലാവരും ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു 1000 രൂപ വെച്ചെങ്കിലും കൊടുക്കാൻ എനിക്ക് പറ്റണ്ടേ. ഈ എല്ലാ വർഷങ്ങളും നമുക്ക് സഹകരണം എന്ന് പറഞ്ഞു പറ്റില്ലല്ലോ. അപ്പോൾ അതിന് എനിക്കൊരു ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു അവസരം തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു നമുക്കിടയിലെ പാട്ടുകാർ എന്ന പരിപാടി നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ എന്താണ് ശ്രീലത നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ഇടയിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. അത് ഓട്ടോറിക്ഷക്കാരാവാം, ചായയിൽ ചായപ്പണി എടുക്കുന്നവരാവാം, അടിച്ചു വരുന്നവരാവാം, തൂപ്പ് ജോലി ചെയ്യുന്നവരാവാം, എല്ലാവരും പാട്ടുകാരാണ്. ആരും പാട്ട് പാടാത്തവരാരുമില്ല. ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആരുമില്ല. നിങ്ങളൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിലെ കലയെ നമ്മൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് നിരുത്സാഹപ്പെടുത്തരുത്. കഴിയുന്നതും പാടാൻ അവസരമുള്ളവർ പാടി തന്നെ തീർക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം, അതായത് ഈ ഒരു നമുക്കിടയിലെ പാട്ടുകാർ എന്ന പരിപാടി ഇന്ന് ഇവിടെ നമ്മുടെ കണ്ണൂർ ശ്രീലത, അതായത് നിരവധി മലയാള സിനിമകളിലും അതുപോലെ തന്നെ 80s അല്ലേ ശ്രീലതാമ്മ ഈ അഭിനയം അല്ലേ? 84 അതിനു മുമ്പേ ഉണ്ട്. ഞാൻ 74 മുതലുണ്ട്. 74, അതായത് 74 മുതൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കണ്ണൂർ ശ്രീലതയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമുക്കിടയിലെ പാട്ടുകാർ എന്ന പരിപാടി ഇന്ന് ശ്രീലതമ്മയോട് ഉദ്ഘാടനം ചെയ്യല്ലേ? അപ്പോൾ ഒരു 2 വരി മൂളിക്കൊണ്ട് തന്നെ അതങ്ങ് ഉദ്ഘാടനം ആയിക്കോട്ടെ ശ്രീലതമ്മ. അഖില ലോകപാലക അച്യുതാനന്ദ കേശവ വന്ദനം, അഖില ലോകപാലക അച്യുതാനന്ദ കേശവ വന്ദനം, വന്ദനം വന്ദനം ഗോപാലകൃഷ്ണ വന്ദനം, ഗോപാലകൃഷ്ണ വന്ദനം. വന്ദനം. എല്ലാവിധ ആശംസകളും പ്രകാശധാരക്കും അതുപോലെ തന്നെ ഈ ഒരു നമുക്കിടയിലെ പാട്ടുകാരൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുഴി.